അലങ്കാര മൂല്യം കൊണ്ടും സാംസ്കാരിക പ്രാധാന്യത്താലും ഔഷധ സവിശേഷതയാലും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന പൂന്തോട്ടങ്ങൾ, പ്രകൃതി ദൃശ്യങ്ങൾ, പരമ്പരാഗത വൈദ്യശാസ്ത്ര രീതികൾ എന്നിവയിലൊക്കെ വളരെ ജനപ്രിയമായ, അധികം പരിചരണവും വളവും നനവും ഒന്നും ആവശ്യമില്ലാത്ത ബാർലേറിയ എന്ന പൂച്ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ബാർലേറിയ ചെടിയുടെ സവിശേഷത, വളപ്രയോഗം, കീടങ്ങളും രോഗങ്ങളും, പാരമ്പര്യ വൈദ്യോപയോഗം, പുനരുൽപാദനം എന്നിവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. അതുകൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമൻ്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫിലിപ്പിനി വയലറ്റ് പോർക്ക് വൈൻ പുഷ്പം എന്നറിയപ്പെടുന്ന അക്കാന്തേസി കുടുംബത്തിലെ ഒരു ജനുസാണ് ബാർലേറിയ. അക്കാന്തേസി കുടുംബത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജനുസാണ് ബാർലേറിയ. ഈ ചെടി ധാരാളമായി കണ്ടുവരുന്നത് ആഫ്രിക്കയിലാണ്. അവിടെ പ്രധാനമായി 2 പ്രദേശങ്ങളിലാണ് ഇതിന്റെ സാന്നിധ്യമുള്ളത്. ഒന്ന് ഉഷ്ണമേഖലാ കിഴക്കൻ ആഫ്രിക്കയിലും മറ്റൊന്ന് ദക്ഷിണാഫ്രിക്കയിലും. ഒരു ഫ്രഞ്ച് സസ്യശാസ്ത്രജ്ഞനും ഡൊമിനിക്കൻ സന്യാസിയുമായ ജാക്വസ് ബലേറിയൻ ആണ് ബലേറിയ എന്ന പേര് ഇതിന് നൽകിയത്. അദ്ദേഹം തന്റെ ഒഴിവു സമയം സസ്യശാസ്ത്ര ഗവേഷണത്തിനായി നീക്കിവെച്ചിരുന്നു. ജസ്റ്റിഷ്യ, റുലിയ എന്നിവയ്ക്ക് ശേഷം അക്കാന്തേസി കുടുംബത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ജനുസാണ് ബാർലേറിയ. അതുപോലെ തന്നെ ബാർലേറിയയിലെ ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഉള്ള ജനുസുമാണിത്. ഈ ജനുസിൽ ലോകത്തിന്റെ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുന്ന ഏകദേശം 300 ഇനം കുറ്റിച്ചെടികളും സസ്യങ്ങളും ഉൾപ്പെടുന്നു. ഈ ജനുസിലെ അംഗങ്ങൾ ജപ്പാന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും തെക്കനേഷ്യ, അറേബ്യ, ഇന്ത്യ, കെനിയ, ടാൻസാനിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, നാമീബിയ, ബോട്ട്സാന, മൊസാംബിക്, ദക്ഷിണാഫ്രിക്ക, മഡ്ഗാസ്കർ എന്നിവിടങ്ങളിൽ നിന്ന് പടിഞ്ഞാറ് വരെ ഉത്ഭവിച്ച് മധ്യ അമേരിക്കയിലും മെക്സിക്കോയിലും വരെ വ്യാപിച്ചു കിടക്കുന്നു. ആഫ്രിക്കയിൽ ഉടനീളമാണ് ഇതിന്റെ ധാരാളം ഇനങ്ങൾ കാണപ്പെടുന്നത്. ഇത് സാധാരണയായി കുറ്റിച്ചെടിയോ ചെറിയ മരങ്ങളോ ആയാണ് വളരുന്നത്. എന്നിരുന്നാലും ചില സ്പീഷീസുകൾ ഔഷധ സസ്യങ്ങൾക്കായി വളർത്തുന്നു. ദക്ഷിണാഫ്രിക്കയിൽ ഇതിന്റെ 70 ഇനങ്ങളുണ്ട്. അതിൽ തന്നെ ഏകദേശം 75% ഈ പ്രദേശത്ത് പ്രാദേശികമാണ്. അക്കാന്തേസി കുടുംബത്തിൽപ്പെട്ട ഈ സസ്യങ്ങൾ ആഗോളതലത്തിൽ തന്നെ വിവിധ ഔഷധ ഗുണങ്ങൾക്ക് വിലമതിക്കപ്പെടുന്നവയാണ്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ഹോർട്ടിക്കൾച്ചറിലും വളരെ വലിയ സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രാധാന്യം തന്നെ ഇതിനുണ്ട്. ഇത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരിനമാണ്. ലോകമെമ്പാടും ഭക്ഷണമായും ഔഷധമായും അലങ്കാരത്തിനായും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ ജനുസിൽപ്പെടുന്ന ചെടികളുടെ പൂക്കൾ, ഇലകൾ, തണ്ട്, വേര്, വിത്തുകൾ എന്നിവയുടെ സത്ത് ബയോ ആക്റ്റീവ് സംയുക്തങ്ങളാൽ സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വിവിധ രോഗങ്ങളുടെ അണുബാധകളുടെയും ചികിത്സയ്ക്ക് ഔഷധമായി ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇതിന്റെ ഔഷധ പ്രാധാന്യം തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ വിശദമായി പറയുന്നതായിരിക്കും. ഈ ഇനങ്ങളുടെ ഫാർമക്കോളജിക്കൽ മൂല്യങ്ങളുടെ നിയന്ത്രണത്തിൽ ഭൂരിഭാഗവും ഇന്ത്യൻ ടാക്സയിലാണ് നടത്തിയിട്ടുള്ളത്. ഈ ജനുസിലെ പൂക്കൾ വലുതും വർണ്ണാഭമായതും പ്രകടമായതും പിങ്ക്, പർപ്പിൾ, വെള്ള, മഞ്ഞ കൊറോളകളോട് കൂടിയ അലങ്കാര മൂല്യമുള്ള ബാർലേറിയ റിപ്പൻസ്നീസ് എന്ന ആഫ്രിക്ക ഇനം ഇന്ത്യയിലും ആഫ്രിക്കയിലും വളരുന്ന ഒരു അലങ്കാര സസ്യമാണ്. പല സംസ്കാരങ്ങളിലും ഈ സസ്യങ്ങൾക്ക് പ്രതീകാത്മക സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ആയുർവേദം, പരമ്പരാഗത ചൈനീസ് മെഡിസിൻ തുടങ്ങിയ പരമ്പരാഗത വൈദ്യശാസ്ത്ര സമ്പ്രദായങ്ങളിൽ ഈ ചെടിയുടെ വിവിധ ഭാഗങ്ങൾ ഔഷധ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു. ഇതിന്റെ പൂക്കൾ ആഫ്രിക്കയും ഇന്ത്യയും പോലുള്ള പല രാജ്യങ്ങളിലും മതപരവും പൗരാണികവുമായ ആചാരങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അലങ്കാര മൂല്യങ്ങൾക്കും സസ്യജാലങ്ങൾക്കും വേണ്ടി വളർത്തുന്ന ഈ ചെടിയിലെ പൂക്കൾ ചിത്രശലഭങ്ങൾ പോലുള്ള പരാഗണങ്ങളെ ആകർഷിക്കുന്നു. അതുകൂടാതെ ആകർഷകമായ പൂക്കൾക്കും ഇത് ലാൻഡ്സ്കേപ്പുകളിൽ വളർത്തുന്നു. ഇടതൂർന്ന് താഴ്ന്നു വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ബാർലേറിയ റെപ്പൻസ്. 30 മുതൽ 60 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുകയും 90 മുതൽ 120 സെന്റിമീറ്റർ വരെ വീതിയിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഇലകൾ ചെറുതും തിളങ്ങുന്ന ഓവൽ ആകൃതിയുള്ളതുമാണ്. അത് ഇതിന്റെ കാണ്ഡത്തിന്റെ എതിർവശങ്ങളിലായി വളർന്നു കാണപ്പെടുന്നു. ഇതിന്റെ പൂക്കൾ ട്യൂബുലാർ അല്ലെങ്കിൽ കാഹളത്തിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അത് കാണ്ഡത്തിന്റെ അറ്റത്ത് കുലകളായി വളരുന്നു. ഇതിന്റെ പൂക്കൾ ധ്രുമനൂൽ, പിങ്ക്, വെള്ള എന്നിങ്ങനെ വിവിധ ഷെയ്ഡുകളിൽ വളരുന്നു. വസന്തകാലം മുതൽ ശരത്കാലം വരെയാണ് ഇത് ധാരാളമായി പൂത്തു കാണുന്നത്. ഇതിന്റെ പടർന്നു കയറുന്ന ശീലവും വർണ്ണാഭമായ പൂക്കളും കാരണം പൂന്തോട്ടങ്ങളിലും ലാൻഡ്സ്കേപ്പുകളിലും ഒരു ഗ്രൗണ്ട് കവർ പ്ലാന്റ് എന്ന നിലയിൽ ഇത് വളർത്തുന്നു. ഫ്ലവർ ബെഡുകളിലോ പാറക്കൂട്ടങ്ങളിലോ പാതയോരങ്ങളിലോ തുടങ്ങി ശൂന്യമായ സ്ഥലങ്ങൾ ഭംഗിയാക്കാൻ ഇത് വളർത്തുന്നു.
തേനീച്ചകളും ചിത്രശലഭങ്ങളും പോലുള്ള പരാഗണങ്ങളെ ആകർഷിക്കുന്നതിനാൽ ഇത് പൂന്തോട്ടത്തിന്റെ ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നു. പൂർണ്ണ സൂര്യപ്രകാശത്തിലും ഭാഗിക തണലിലും നന്നായി തഴച്ചു വളരുന്ന ഒരു ചെടിയാണിത്. നല്ല നീർവാർച്ചയുള്ള മണ്ണും ഇതിനാവശ്യമാണ്. 6 മുതൽ 7.5 വരെയുള്ള pH ലെവലിലാണ് ഈ ചെടി നന്നായി വളരുന്നത്. ഈ പരിധി ചെറുതായി അസിഡിറ്റി മുതൽ നിഷ്പക്ഷ മണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഒപ്റ്റിമൽ പോഷക ശേഖരണത്തിനും ഈ pH പരിധി ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ഇത് വളർച്ചയെത്തിയാൽ വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഒരു ചെടിയാണ്. വരൾച്ചയുടെ വിവിധ ഘട്ടങ്ങളെ നേരിടുന്ന ഒരു അത്ഭുത സസ്യമാണിത്. താരതമ്യേന കുറഞ്ഞ പരിചരണം മാത്രം ആവശ്യമുള്ള ചെടിയാണിത്. ഇടയ്ക്കിടെയുള്ള നനവോ വളപ്രയോഗമോ നൽകിയില്ലെങ്കിലും ഈ ചെടി നന്നായി വളരുന്നു. ഇതിന്റെ ആകൃതി നിലനിർത്താൻ ഇടയ്ക്കിടെ പ്രൂണിംഗ് നടത്തുന്നത് നല്ലതാണ്. അധികം വളപ്രയോഗം ആവശ്യമില്ലാത്ത ചെടിയാണെങ്കിലും നടുന്നതിന് മുൻപേ മണ്ണിന്റെ ഘടനയും ഫലഭൂയിഷ്ഠതയും മെച്ചപ്പെടുത്തുന്നതിന് കമ്പോസ്റ്റ് പോലുള്ള ജൈവവസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുക. 10ന്റെ തുല്യ അനുപാതത്തിലുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം മിക്സായ NPK പോലുള്ള സമീകൃത സ്ലോ റിലീസ് വളങ്ങൾ ഉപയോഗിക്കുക. വളത്തിന്റെ അളവിനായി വളനിർമ്മാതാവിന്റെ നിർദ്ദേശമനുസരിച്ച് ചെയ്യുക. വസന്തത്തിന്റെ തുടക്കത്തിലും വേനൽക്കാലത്തിന്റെ മധ്യത്തിലും 2 തവണ വളം നൽകാം. വളം നൽകുമ്പോൾ സസ്യജാലങ്ങളുമായുള്ള വളത്തിന്റെ നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കി ചെടിയുടെ ചുവട്ടിൽ വളം തുല്യമായി വിതറുക. പോഷകങ്ങൾ മണ്ണിലേക്ക് തുളച്ചു കയറുന്നതിന് വളം നൽകിയതിനു ശേഷം ചെടി നന്നായി നനയ്ക്കുക. ജൈവവളമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മത്സ്യമെൽഷൻ, കടൽ പായൽ സത്ത്, കമ്പോസ്റ്റ് ടീ എന്നിവ ഉപയോഗിക്കാം. അമിത വളം ഒഴിവാക്കുക. ഇത് പൂവിടുമ്പോൾ അമിതമായ സസ്യവളർച്ചയ്ക്ക് കാരണമാവുകയും പൂക്കൾ കുറയുകയും ചെയ്യുന്നതിന് കാരണമാകും. ഈ ചെടിയെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളും മുഞ്ഞ, വെള്ളീച്ച, ചിലന്തിക്കാശ്, മെലിബഗുകൾ, പൂപ്പൽ, ലീഫ് സ്പോട്ട്, റൂട്ട് ചീയൽ എന്നിവയാണ്. ഇവയുടെ നിയന്ത്രണവും പരിപാലനവും വിശദമായി അറിയാൻ ഈ പാരഡൈസിന്റെ വെബ്സൈറ്റിലെ പ്ലാനിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കാം. വിത്തുകൾ മുളപ്പിച്ചും തണ്ടുകൾ വെട്ടിനട്ടും ലെയറിങ്ങിലൂടെയും പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാം. ഉൽപ്പാദന പ്രക്രിയയുടെ വിശദവിവരങ്ങൾ അറിയാൻ ഐവി പാരഡൈസിന്റെ വെബ്സൈറ്റിലെ ഡിഫറൻറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന പേജ് സന്ദർശിക്കുകയോ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. ഈ പേജുകളുടെ ലിങ്കും പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവിന്റെ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പരമ്പരാഗതമായി ബാർലേറിയ ജനുസിന് വളരെ ഔഷധ ഗുണങ്ങളുണ്ട്. അതോടൊപ്പം ഇനിയും വിലയിരുത്തേണ്ട വിവിധ ഇനങ്ങളെക്കുറിച്ചുള്ള ദൗർലഭ്യവുമുണ്ട്. മനുഷ്യരാശിയോടൊപ്പം തന്നെ അത്രയും പഴക്കമുള്ള പുരാതന സമ്പ്രദായമാണ് പരമ്പരാഗത വൈദ്യശാസ്ത്രം. നിയാണ്ടർത്തൽ പൂർവികരുടെ ഫോസിഫൈസ് ചെയ്ത അവശിഷ്ടങ്ങളിൽ നിന്നും പാലിയന്റോളജിസ്റ്റുകൾ ഔഷധ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രാചീന മനുഷ്യവാസ കേന്ദ്രങ്ങളിലെ പഴയ നാഗരികതകളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിന്ന് ലഭിച്ച ഈ തെളിവുകൾ അതിനെ സാധൂകരിക്കുന്നതാണ്. മുൻപ് മനുഷ്യൻ മരുന്നിനായി സസ്യങ്ങളെ മാത്രമാണ് ആശ്രയിച്ചിരുന്നത്. ഈ ആശ്രിതത്വം ഇന്നത്തെ കാലഘട്ടങ്ങളിലും പ്രകടമാണ്. സസ്യങ്ങളുടെ പരമ്പരാഗത വൈദ്യ ഉപയോഗങ്ങൾ മനുഷ്യരാശിക്ക് പല പ്രതിവിധികളും നൽകുന്നത് ഇന്നും തുടരുന്നു. ആൽക്കലോയിഡുകൾ, ഫ്ലവനോയിഡുകൾ, ടെർപ്പനോയിഡുകൾ, ടാനിനുകൾ തുടങ്ങിയ ദ്വിതീയ മെറ്റബോളിറ്റുകളുടെ വൈവിധ്യത്താൽ സസ്യങ്ങൾ സമ്പന്നമാണ്. ഇവയ്ക്ക് ആന്റി മൈക്രോബയൽ ഗുണങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സസ്യങ്ങളുടെ സത്ത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലുടനീളം വിവിധ സാംക്രമിക രോഗങ്ങൾക്ക് ഹെർബൽ ചികിത്സകളായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ കഷായങ്ങൾ, ലേഹ്യങ്ങൾ, ചായകൾ തുടങ്ങി പലതും ഉൾപ്പെടുന്നു. വേദങ്ങളിലെയും ബൈബിളിലെയും തുടങ്ങി പല പുരാതന ഗ്രന്ഥങ്ങളിലും പരമ്പരാഗത ഔഷധങ്ങൾ ഉപയോഗിച്ച് ചില ആചാരങ്ങൾ നടത്തിയത് വിവരിച്ചിട്ടുണ്ട്. വിവിധ പരമ്പരാഗത വൈദ്യശാസ്ത്രം സസ്യങ്ങളുടെ സത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. വില്ലോ മരത്തിന്റെ പുറന്തലിയിൽ നിന്നുള്ള ആസ്പിരിൻ പോലുള്ള ഫലപ്രദമായ ചില മരുന്നുകൾ സസ്യങ്ങളിൽ നിന്നും നിർമ്മിച്ചിട്ടുള്ളതാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നും നിർമ്മിക്കുന്ന മരുന്നുകൾ മിക്കവാറും സിന്തറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ പ്രതികൂല പാർശ്വഫലത്തെക്കുറിച്ചും വിഷാംശത്തെക്കുറിച്ചുമുള്ള ഭയം ഔഷധ സസ്യങ്ങളുടെ സാധ്യതയെക്കുറിച്ചുള്ള കൂടുതൽ ശാസ്ത്രീയ അന്വേഷണങ്ങൾക്ക് കാരണമാകുന്നു. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിന്റെ ഉപയോഗത്തിലുള്ള താൽപ്പര്യം ജനസമൂഹത്തിൽ അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു വരുന്നു. ഇവിടെ ഗവേഷണത്തിന്റെ മൊത്തത്തിലുള്ള അഭാവം, സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള തെളിവുകൾ, കാര്യക്ഷമത, പ്രകൃതി ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന നിലവാരം, പരമ്പരാഗത ഔഷധങ്ങളുടെ പാറ്റന്റ് അവകാശങ്ങളുടെ അഭാവം എന്നിങ്ങനെ കുറേ വെല്ലുവിളികളും ഇത് നേരിടുന്നുണ്ട്. എങ്കിലും മരുന്നുകളുടെ ഉൽപ്പാദനത്തിനായി ഔഷധ സസ്യങ്ങളിൽ നിന്ന് സംയുക്തങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന് വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള നിർദ്ദേശിത മരുന്നുകളിൽ ഏകദേശം 25% സസ്യങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ക്യാൻസർ, പരാന്നഭോജികൾ, മൈക്രോബയൽ അണുബാധകൾ എന്നിങ്ങനെയുള്ള 55 തരം മനുഷ്യരോഗങ്ങളെക്കുറിച്ച് അമേരിക്കൻ ഫാർമക്കോളജിസ്റ്റായ റോബർട്ട് എ ന്യൂമാനും സംഘവും ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നുകളിൽ 87% സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്ന് കണ്ടെത്തി. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലെ സസ്യങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് രോഗശാന്തിക്കും ഫാർമസ്യൂട്ടിക്കൽ ഉപയോഗത്തിനും വളരെ പ്രയോജനകരമായി. അക്കാന്തേസിയിലെ പല സസ്യ ഇനങ്ങളും മികച്ച ചികിത്സാശേഷിയുള്ളവയാണ്. ഇവയിൽ ചിലത് ഇന്ന് വരെയും പര്യവേഷണം പോലും നടത്തിയിട്ടുള്ളവയല്ല. ഈ കുടുംബത്തിലെ സസ്യങ്ങൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഭക്ഷണമായോ ഔഷധമായോ അലങ്കാര വസ്തുവായോ ഒക്കെ ഉപയോഗിക്കുന്നു.
ഇതിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ പരിമിതമാണെങ്കിലും ചില ശാസ്ത്രീയമായ വിലയിരുത്തൽ നടന്നിട്ടുണ്ട്. ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. അത് വീക്കം കുറച്ച് സന്ധിവാതം, സന്ധിവേദന തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ ലഘൂകരിക്കുന്നു. ഈ പ്ലാന്റിൽ ഫ്ലവനോയിഡുകൾ, ഫിനോളിക് സംയുക്തങ്ങൾ തുടങ്ങിയ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് ആന്റി ഓക്സിഡന്റ് പ്രവർത്തനം പ്രകടിപ്പിക്കുന്നു. ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ കോശങ്ങളെ ഓക്സിഡേറ്റീവ് നാശത്തിൽ നിന്നും സംരക്ഷിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത വൈദ്യത്തിൽ മുറിവുണക്കുന്നതിന് ഇതിന്റെ സത്ത് പ്രാദേശികമായി ഉപയോഗിക്കുന്നു. ഈ ചെടിയുടെ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ അണുബാധയെ തടയുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകൾ വീക്കം കുറച്ച് ടിഷ്യൂ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ചില സംസ്കാരങ്ങളിൽ ദഹന പ്രക്രിയ സുഗമമാക്കാൻ ഇത് പലതരത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്നു. വയറുവേദന, ഗ്യാസ്, ദഹനക്കേട് തുടങ്ങിയ ദഹനനാളത്തിന്റെ അസ്വസ്ഥതകൾ ലഘൂകരിക്കാൻ സഹായിക്കുന്ന കാർബണേറ്റീവ് ഗുണങ്ങൾ ഇതിനുണ്ട്. ചുമ, ജലദോഷം, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കുറയ്ക്കാൻ ഇത് ചില പരമ്പരാഗത വൈദ്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ എക്സ്പെക്ടറന്റ് ഗുണങ്ങൾ മ്യൂക്കസ് അയവുള്ളതാക്കി ശ്വാസകോശ ലഘുലേഖകളിൽ നിന്നും പുറന്തള്ളുന്നത് സുഗമമാക്കും. ഇതിന്റെ എക്സ്ട്രാക്റ്റുകൾ ബാക്ടീരിയയും ഫംഗസും ഉൾപ്പെടെയുള്ള ചില രോഗാണുക്കൾക്കെതിരെ ആന്റി മൈക്രോബയൽ പ്രവർത്തനം കാണിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വിവിധ അണുബാധകൾ ചികിത്സിക്കുന്നതിന് അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത് ഉപയോഗിച്ചു വരുന്നു. പകർച്ചവ്യാധി ആഫ്രിക്കയിൽ ഗുരുതരമായ ഒരു ആശങ്കയാണ്. അതാണ് അവിടുത്തെ അനാരോഗ്യത്തിന്റെയും മരണത്തിന്റെയും പ്രധാനമായ കാരണങ്ങളിൽ ഒന്ന്. ഈ ബാക്ടീരിയ അണുബാധകളെ ചികിത്സിക്കുന്നതിനായി ആന്റിബയോട്ടിക്കുകളുടെ വിപുലമായ ആവശ്യം തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ആന്റി ബാക്ടീരിയൽ പ്രവർത്തനത്തിനായി അവർ ഈ സസ്യത്തെ ആശ്രയിക്കുന്നത്. ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ എക്സ്ട്രാക്റ്റുകൾക്ക് ഹൈപ്പോഗ്ലൈസമിക് ഇഫക്റ്റുകൾ ഉണ്ടെന്നാണ്. ഇത് പ്രമേഹമുള്ള രോഗികൾക്ക് വളരെ നല്ലതാണ്. പ്രമേഹ നിയന്ത്രണത്തിൽ ഇതിന്റെ സാധ്യതകൾ കൂടുതൽ പഠന വിധേയമാക്കേണ്ടതാണ്. പരമ്പരാഗത ആയുർവേദത്തിലും ഔഷധ ഗുണങ്ങൾക്ക് ഈ ചെടി വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ആയുർവേദവും ആന്റി ഇൻഫ്ലമേറ്ററി, ദഹനാരോഗ്യം, മുറിവുണക്കാനുള്ള കഴിവ്, ശ്വസന പിന്തുണ, ആന്റി മൈക്രോബയൽ, ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഇവയൊക്കെ എടുത്തു പറയുന്നുണ്ട്. ഇത് കൂടാതെ ഇതിന്റെ ഡൈയൂറിക് സവിശേഷതയും ആയുർവേദം പറയുന്നു. ഇത് മൂത്രത്തിന്റെ ഒഴുക്ക് പ്രോത്സാഹിപ്പിച്ച് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുമെന്ന് ആയുർവേദം കരുതുന്നു. ലോകമെമ്പാടുമുള്ള രോഗാവസ്ഥയ്ക്കും ഉയർന്ന മരണനിരക്കിനുമുള്ള പ്രധാന കാരണം മനുഷ്യനിലെ ഏറ്റവും ഗുരുതരമായ രോഗമായ ക്യാൻസറാണ്. റേഡിയോതെറാപ്പി, സർജറി, കീമോതെറാപ്പി എന്നിവയാണ് ക്യാൻസറിനെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രാഥമിക ചികിത്സാ മാർഗങ്ങൾ. ഈ ചികിത്സകൾ ക്യാൻസർ ബാധിച്ച നിരവധി രോഗികളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഗുരുതരമായ പാർശ്വഫലങ്ങളും ഉയർന്ന റിലാപ്സ് നിരക്കുകളും അതിനെ നിയന്ത്രിക്കാനും ചില സന്ദർഭങ്ങളിൽ അർബുദത്തെ സുഖപ്പെടുത്താനും മിതമായ രീതിയിൽ മാത്രമേ ഫലപ്രദമായിട്ടുള്ളൂ. അതിനാൽ നിരവധി സ്രോതസ്സുകളിൽ നിന്ന് കൂടുതൽ വൈവിധ്യമാർന്നതും ഫലപ്രദവുമായ ചികിത്സകൾ വികസിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സിന്തറ്റിക് കീമോതെറാപ്പിറ്റിക് മരുന്നുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സസ്യങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന പ്രകൃതിദത്ത രാസവസ്തുക്കൾ താരതമ്യേന വിഷാംശം കുറവുള്ളതും ഉയർന്ന ടാർഗറ്റ് പ്രത്യേകത ഉള്ളതുമാണ്. അതിനാൽ ക്യാൻസർ വിരുദ്ധ മരുന്നുകളായി ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം പ്രധാനമാണ്. ക്യാൻസർ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള കാര്യമായ സാധ്യതകൾ ഈ ചെടി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ നിരവധി പഠനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഔഷധ ഗുണങ്ങൾക്കായി വളരെയധികം വിലമതിക്കുന്നുണ്ടെങ്കിലും ഔഷധാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായോ ആയുർവേദ പ്രാക്ടീഷണറുമായോ കൂടി ആലോചിക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഓരോ ചെടിയുടെയും മണ്ണിന്റെ ഘടനയും pH ലെവലും പറയുന്നുണ്ട്. അത് നിങ്ങളുടെ മണ്ണിന്റെ pH ലെവലുമായി താരതമ്യം ചെയ്ത് ഞങ്ങൾ പറയുന്ന വളപ്രയോഗത്തിന്റെ അളവിലും ക്രമത്തിലും ഓരോ പ്രാദേശിക സ്ഥലത്തെ കാലാവസ്ഥയും മണ്ണിന്റെ ഘടനയും അനുസരിച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാവാം. അതിന് ഐവി പാരഡൈസിന്റെ പ്ലാനിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെടുകയോ നിങ്ങളുടെ നാട്ടിലുള്ള പരമ്പരാഗത കൃഷിമാർഗങ്ങൾ അവിടെയുള്ള പരമ്പരാഗത കൃഷിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ചെയ്യുകയോ ചെയ്യാം. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ബാർലേറിയ ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.